എടാ ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോദിച്ചത്? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. മെത്തേഡ് ആക്ടിങ് നീ കാണാൻ പോണേള്ളു. പൊന്നോ ഒടുക്കത്ത അഭിനയം. എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. ഈ വർഷം അങ്ങനെ ശരിയായി, ഭഗവാനെ അടുത്ത വർഷം ശരിയാവും. അവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും. അനക്കാരുടെ ഒരു പേര് ലൂസാന്ന് പറഞ്ഞേ, അനക്കൊരു പേര് കൂടുതൽ. കണ്ടു കഴിഞ്ഞാല് കാക്കേരം തറ. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. നൽകേണ്ട ദൈവം. ഈ വർഷം അടിപൊളിയാക്കണം, ഈ വർഷം നല്ലതാക്കണം. ഈ വർഷം വത്സ നിനക്ക് നല്ല ദിനങ്ങളാകട്ടെ. ഇതെല്ലാം സ്റ്റാർട്ടിങ്ങിൽ ഉള്ളതാ. നീ റെസ്റ്റ് എടുക്ക. ലേശം മെന്റൽ ഉണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെയാ, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ കൊല്ലം ഒരു മാംഗല്യയോഗം കാണുന്നു. അപ്പോൾ ഞാൻ നിനക്ക് ഈ വർഷം കല്യാണ യോഗം കാണുന്നു. നീ കല്യാണം കഴിക്കണം. അല്ലേ നീ ഇപ്പം വാത്യാരി പണിയൊക്കെ വിട്ട് ബ്രാക്കർ പണികളൊക്കെ തുടങ്ങിയ? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ? മുമ്പ് എനിക്ക് അങ്ങനെ സംശയം ഉണ്ട്, ഇപ്പൊ ഉറപ്പായി. ഗോവിന്ദ നാരായണ ഹരേ. എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. ഞാൻ കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കണ്ട് ഞാൻ കൃഷ്ണനെ കാത്തിരണേ. കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ കണ്ട് ഞാൻ കൃഷ്ണനെ കാത്തിരണേ. ഇതൊരു ഒഴിയാബാധയായല്ലോ. ഈ പൊണ്ടാരം എന്നെ തൊലച്ചേ അടങ്ങ്. ഇവന് ഞാൻ എന്താ ചെയ്യേ? കണ്ട് ഞാൻ കൃഷ്ണനെ നിർത്തടാ. നീ ആ കോപ്പറയും കോമാളിനൊക്കെ ഞാൻ പെരേരല്ലേ ആടോ. പോവാൻ വരട്ടെ, ചിലപ്പോ ഒരു ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. അയ്യോ അയ്യോ എടുത്തല്ലേ കിട്ടണോ? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതിന് നീ നാട്ടുകാരുടെ മുഖത്ത് നോക്കാറില്ലല്ലോ, ഈ നാട്ടുകാരെങ്ങനെ നിന്റെ മുഖത്ത് നോക്കുന്നു? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.